നമസ്കാരം. ഇന്ന് നിങ്ങൾക്ക് ഞാനിവിടെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ എന്താണ് എൻ്റെ പുറകിൽ എന്നുള്ളത് വ്യക്തമായിട്ട് കാണാം. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ഇന്ന് പറയാതിരിക്കാൻ വയ്യ. അത്രയും ഭംഗിയായി ചെയ്തിട്ടുള്ള കുറച്ച് ആർട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരണം നിങ്ങൾക്ക്. അത് ആൾ ചെയ്ത ഒരു എഫേർട്ട്, ടൈം, എക്സ്പെൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പിന്നിലൊരു ഫണ്ണി കഥയുണ്ട്. അത് ഞാൻ ഈ ഡിസ്കഷനിലെ ഇടയിൽ എവിടെയെങ്കിലും പറയാം. നമ്മളിത് ചെയ്തിട്ടുള്ളത് തൃശ്ശൂർക്കാരനായ രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനാണ്. തിരൂരാണ് പുള്ളിയുടെ വീട്. അപ്പോൾ ഈ ആർട്ടിനെ കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സത്യമായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ ഒരു എക്സ്പെൻസീവും ഇങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർട്ട് കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് രഞ്ജിത്തേട്ട ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നമുക്കൊന്ന് പറഞ്ഞുതരും. രഞ്ജിത്തേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറയാം. അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. നമ്മളിവിടെ വളരെ സാധാരണക്കാരായിട്ട് നിലത്തൊക്കെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഒരു ചിൽ മൂഡിലാണ് ഇന്ന് നമ്മൾ. പറഞ്ഞോ, ഇത് എന്ന് മുതൽ തുടങ്ങി ഇങ്ങനെ ഒരു ആർട്ട് ചെയ്യാൻ? ഇത് 20 ഇയേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ജമ്മിൻ്റെ ആയിട്ടുള്ള ട്രേഡിങ്ങിലും ആയിട്ടുള്ളത്. പിന്നെ ജമ്മിൻ്റെ ട്രേഡിംഗ് എന്നത് മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഹൈലി എക്സ്പെൻസീവും ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയതുകൊണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് മാർക്കറ്റിൽ. നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ മെയിൻ മാർക്കറ്റിലെ എൻക്വയറി, ഇതിൻ്റെ പാഷനാണ് എന്നെ ഇതിലേക്ക് എത്തിക്കാനുള്ള മെയിൻ കാരണം. അപ്പോൾ ചേട്ടാ ഓൾറെഡി ജെം ഫീൽഡിൽ വർക്ക് ചെയ്യാണല്ലേ? അതെ, തീർച്ചയായും. ട്രേഡിംഗ് ആണ്. ശരി. അപ്പം ഇങ്ങനൊരു ആർട്ട് ചെയ്യാനുണ്ടായ ചേതോ വികാരം എന്താണ്? ചേതോ വികാരം എന്ന് പറഞ്ഞത്, നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഈ ഗ്രാനുൾസ് വരുന്നുണ്ട്. ഇപ്പൊ മെയിൻ കമ്പനികളിൽ ഇതിന്റെ ലാസ്റ്റ് വരുന്ന ഗ്രാനുൾസ് വരെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പൊടി അത് അവർ ചെറിയ ഹോൾസ് ഒക്കെ ചെയ്ത് അതിന് പിരിച്ചിട്ട് ചെറിയ ടൈപ്പ് മാലകൾ ഒക്കെ യൂറോപ്പ് കൺട്രീസ് കണ്ടിട്ടുണ്ടാവുന്ന. അപ്പൊ അതെല്ലാം യൂറോപ്യൻ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇത് വാങ്ങിക്കുമ്പോൾ ബൾക്കായിട്ട് ഡ്രമ്മിലിട്ടിട്ട് പോളിഷ് ചെയ്തിട്ടാണ് ഇതിന്റെ വരുന്നത്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇതിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ്സിന് പോയിട്ട് എൻക്വയറി എടുക്കുന്നു, മൈൻസിന് പോയിട്ട് കളക്ട് ചെയ്യുന്നു, എന്നിട്ട് ഡ്രം പോളിഷ് ചെയ്തിട്ട് അപ്പൊ തന്നെ അതിന് നമ്മൾ അവിടെ നിന്ന് ഹോൾ ചെയ്യാണ്ട് നമ്മൾ വാങ്ങിക്കുകയാണ്. അല്ലാണ്ട് ഇത് നമുക്ക് കോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ട് എത്രയും കിട്ടില്ല. അപ്പൊ എങ്ങനെയാ ഈ 15 ഇയേഴ്സ് മുമ്പ് അല്ലെങ്കിൽ 20 ഇയേഴ്സ് മുമ്പ് ചെയ്തൊരു ആർട്ട്? ചേട്ടൻ നേരത്തെ പറഞ്ഞു കൊടുങ്ങല്ലൂരുള്ള സീഷോർ ഹോട്ടലിലാണ് അവിടെയാണ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് അതങ്ങനെ ചെയ്യാനുണ്ടായ ഒരു റീസൺ എന്താ? നമ്മൾ ഒരു ചെറിയൊരു പെയിന്റിങ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു എൻലാർജ്ഡ് ആയിട്ട് സ്റ്റോണിൽ തന്നെ അത് കുറെ പേര് നല്ലൊരു അപ്രിസിയേഷൻ തന്നു. പിന്നെ അതിനൊരു മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അല്ല, 15 ഇയേഴ്സ്. അപ്പോൾ ഒരു 5 ഇയേഴ്സ് ഇതിൽ ഫീൽഡിലുണ്ട്. 15 ഇയേഴ്സ് ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ഫസ്റ്റ് ഒരു 12 to 15 ഇയേഴ്സിനുള്ളിലാണ് ഞാൻ ഫസ്റ്റ് പെയിന്റിങ് കൊടുങ്ങല്ലൂർക്ക് കൊടുക്കുന്നത്. അവർക്ക് കൊടുത്തപ്പോൾ പിന്നെ അത് നല്ല റിസൾട്ടായി വന്നു. അത് ഹ്യൂജ് ആണോ? അതെ, 8 into 10 ഒക്കെയാണ് അതിന്റെ സൈസ്. മൂന്നും കൂടി സൈസ് വരും. അന്നേ അത്ര ചെയ്തിട്ടുണ്ട്. 15 ഇയേഴ്സ് ബാക്കിൽ ചെയ്തിട്ടുണ്ട്. അന്ന് അതിന് ഈ സാധനങ്ങൾ ഒക്കെ ചെയ്യാനും അതൊക്കെ ഒരു 6 months ഫെസിലിറ്റീസ് ഇല്ല. നമ്മൾ അത്രയും അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ട് അതിന്റെ പ്രൊഡക്ട്സ് കിട്ടാനോ റോ മെറ്റീരിയൽസ് കിട്ടാനോ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കുറേശ്ശെ കളക്ഷൻ ചെയ്തിട്ടാണ് നമ്മളൊരു ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇനോഗ്രേഷൻ ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിന്റെ ഉള്ളിൽ നമുക്കത് കളക്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റിയതാണ്. അങ്ങനെ ഒരു ആർട്ടിനെ കുറിച്ച് ആർക്കും ഐഡിയ ഉണ്ടായിരുന്നില്ല. അത് കണ്ടോട് കൂടിയിട്ടാണ് അതിന്റെ ഓണറും എല്ലാ എഞ്ചിനീയേഴ്സും ഒക്കെ വന്ന് അതിന് വലിയ താല്പര്യം കാണിച്ചു. അന്ന് പ്രൊമോഷൻ ആയിട്ട് നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതങ്ങനെ കളക്ഷൻ ആയിട്ട് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി നമ്മുടെ തിരൂര് ഒരു സ്ഥലത്തൊരു വീട്ടിൽ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്ന് ചെയ്യണ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം ഐ തോട്ട് ഇങ്ങനെ ലോകം മുഴുവൻ അറിയപ്പെടണം, അല്ലെങ്കിൽ നമ്മളറിയണ ആൾക്കാരെങ്കിലും അറിയപ്പെട്ടേ പറ്റൂ. നിങ്ങൾ അത്രയും വലിയൊരു കലാകാരനാണ്. ഈ ചില വലിയ കലാകാരന്മാരെ കണ്ടിട്ടില്ലേ, അംഗീകരിക്കപ്പെടാതെ പോവും. അപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടാവരുത്. ആളുടെ ഏറ്റവും വലിയൊരു ഡ്രീം പ്രോജക്റ്റ് എന്ന് പറയുന്നത് അത് ദുബായ് ഷെയ്ഖിന് കൊടുക്കണം എന്നാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊന്ന് പുള്ളിയുടെ അടുത്ത് പറയണം. അത് ആ ഷെയ്ഖ് അൽ മക്തൂമിൻ്റെ ആ ഒരു ഫ്രെയിം പുള്ളിയുടെ വീട്ടിൽ കാണണമെന്ന് പുള്ളിയുടെ ആഗ്രഹിക്കാലോ. ആഗ്രഹങ്ങൾക്ക് ലിമിറ്റ് ഇല്ലല്ലോ. അപ്പൊ ഈ ഒരു പിക്ചറിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരൂ. എൻ്റെ ഒരു ഏറ്റവും ഫേവറേറ്റ് പിക്ചർ ഇതാണ്. അപ്പൊ ഈ ഒരു പിക്ചറിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരൂ. ഇതൊരു 6 months ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇത് 6 മാസം എടുത്തു ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പെയിന്റിങ്ങിന് ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്ന നമ്മളുടെ രവി വർമ്മയുടെ
പെയിന്റിംഗ് ആണിത്. പക്ഷെ കളർ ടോൺസ് എല്ലാം നമ്മൾ ഒരുപാട് നമുക്ക് അവൈലബിൾ സ്റ്റോൺസ് വെച്ചിട്ട് എന്നെ കൊണ്ട് ആ കൺസെപ്റ്റിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി സ്റ്റോൺ കളർ ചെയ്യുന്നൊന്നല്ല, സ്റ്റോൺ അത് ഏതാണോ കളർ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് ഏത് കളറാ? ഇത് പിങ്ക് ടോർമലിൻ എന്ന് പറയും. പിങ്ക് ടോർമലിൻ. ഈ കല്ലിന് പിങ്ക് ടോർമലിൻ. ഇത് അപ്പറ്റൈറ്റ് എന്ന് പറയും. അപ്പറ്റൈറ്റ്. ഫോർ എക്സാമ്പിൾ കർണേലിയൻ എന്ന് പറയും. കർണേലിയൻ. അപ്പൊ അമത്തിസ്റ്റ്, ഹെസോണൈറ്റ്, റോസ് സ്റ്റോണ് ആ കളറിലുള്ള നാച്ചുറൽ സ്റ്റോണിനെ വെച്ച് തന്നെ പുള്ളി ചെയ്തിട്ടുള്ളതാണ്. അല്ലാണ്ട് സ്റ്റോൺ എടുത്ത് സ്റ്റോണിനെ കളർ ചെയ്ത് അങ്ങനത്തെ ഒരു മെത്തേഡ് അല്ല. ആൻഡ് പിന്നെ ഇത് പേൾസ് കോറൽ വെച്ചിട്ടുണ്ട്. കോറൽ ലൈൻസ് ആണ്. ഇതിലിപ്പോ റഫ്ലി എത്രത്തോളം സ്റ്റോൺസ് ഉണ്ടാവും ഏകദേശം? നമുക്ക് ഇതിന് ഒരു 42,000 ക്യാരറ്റ് ഉണ്ടാവും. 42,000 ക്യാരറ്റ്. 42,000 ക്യാരറ്റ്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. 1 ഗ്രാം എന്ന് പറയുന്നത് നമുക്ക് 5 ക്യാരറ്റ്സ് ആണ് വരുന്നത്. 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 5 ക്യാരറ്റ്. അപ്പോൾ നോക്കിക്കോളൂ എത്ര 2,000 കാണും. അല്ല, കല്ലുകൾ ഇതിൽ അതിനും കൂടുതലുണ്ടോ? പൊടികളല്ലേ, കുറച്ച് പൊടികളുണ്ടോ ഫേസ് ഷെയ്ഡ്സിനൊക്കെ വരുമ്പോൾ കുറച്ച് നൈസ് പൊടികളൊക്കെ അതൊക്കെ ഡസ്റ്റ് അതുപോലത്തെ ഏരിയകളിൽ മൈന്യൂട്ടായിട്ട് പൗഡർ ചെയ്തിട്ടൊക്കെ വേണം ചില ഏരിയകളിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ചിത്രത്തിന് ഒരു പ്രത്യേകതയും കൂടി ആക്ച്വലി ഉണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് പിക്ചർ എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ ഈ കണ്ണ് എങ്ങോട്ട് നോക്കിന്നാലും അങ്ങോട്ട് നോക്കും. അതിപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അതാണ് കൃഷ്ണൻ അങ്ങോട്ട് നോക്കും, ഇവിടെ നോക്കി കഴിഞ്ഞാൽ കൃഷ്ണൻ ഇങ്ങോട്ട് നോക്കും. അത് അതൊരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാതെ പറ്റിപ്പോയതാണ് സത്യത്തിൽ. കാരണം ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാണ് ആക്ച്വലി ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. അത് എന്നാൽ ബാക്കി 2 അങ്ങനെ ഒരു ഫീച്ചർ ഇല്ല. ബാക്കി 2 എന്താ പറയുക, കണ്ണങ്ങനെ നോക്കുന്ന ഒരു 3D ഇതില്ല. ഇത് പുള്ളി അറിയാതെ അത് ആക്ച്വലി നാച്ചുറലി ഓട്ടോമാറ്റിക്കലി അങ്ങനെ വന്നു പോയതാണ്. പിന്നെയാണ് അത് ശ്രദ്ധിച്ചത്. ഞാൻ അത് ഒരു ലൈഫ് അതിനുള്ള പോലെ ഫീൽ ചെയ്തത്. ഞാൻ എവിടെ വരച്ചാലും ലൈഫാണല്ലോ. ഇങ്ങനെ ഒരു ആർട്ട് പ്ലാൻ ചെയ്യുമ്പോഴേ എവിടുന്ന് തുടങ്ങും? അത് വരച്ചിട്ടാണോ? ഇതിന്റെ ബാക്കിൽ ഇപ്പൊ ഇത് കംപ്ലീറ്റ്ലി വരച്ചിട്ടുണ്ടോ? നമ്മള് പെൻസിലിൽ നമ്മളിത് ഔട്ട്ലൈൻ ചെയ്യും, സ്കെച്ച് ചെയ്യും. സ്കെച്ചിന്റെ മുകളിൽ നമുക്ക് ഒരു പിക്ചർ ഓൾറെഡി അവൈലബിൾ ഉണ്ടെങ്കിൽ ആ പിക്ചർ നോക്കിയിട്ട് ആ സ്കെച്ചിങ്ങും അതിന്റെ ടോണും കളറും നമുക്ക് അവൈലബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനൊരു കളക്ഷൻ ടൈം പീരീഡ് എടുക്കും. അതിന്റെ സ്റ്റോൺസ് ഏത് കളേഴ്സിലേക്ക് കൊണ്ടുവരണം. ഇത് മിക്സ് ചെയ്യാനും പറ്റില്ലല്ലോ. നമുക്ക് ഒരു കല്ലിനെ വേറെ കല്ലിട്ട് മിക്സ് ചെയ്താൽ അപ്പോൾ അത് മിക്സ് ഉണ്ട്. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കളർ കോമ്പിനേഷൻ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ആ കളറിന് നമുക്ക് കിട്ടാണ്ട് ആ വർക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല ഒരിക്കലും. അപ്പോൾ അതാണ് ഇതിൽ മെയിൻ ഒരു സംഭവം. നമുക്ക് അവൈലബിലിറ്റി വേണം. ഈ സ്റ്റോൺസ് അവൈലബിലിറ്റി ഉണ്ടാവുകയല്ലേ വരച്ച് കഴിഞ്ഞാൽ പിന്നെ കളർ മാച്ചിങ് നോക്കുന്നത്. അപ്പോൾ അതിനുള്ള അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ പിന്നെ അതിനുള്ളത് കളർ ഷെയ്ഡ്സ്, അതിലേക്ക് ഷെയ്ഡ്സ് കൊണ്ടുവരണം. അപ്പോൾ അതിനനുസരിച്ച് ഗ്രാനുൾസ് ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് സൈസ് കൂടിയതുണ്ടാവും. ഇപ്പം കഥകളിയിലൊക്കെ ആ മെയിൻ ഏരിയയിൽ വരുന്ന എല്ലാ വലിയ കല്ലുകളാണ് കുറച്ച്. അതെ. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ ടൈം പീരീഡ്, പിന്നെ കണ്ണും അത് പോർട്രേറ്റ്സ് ഒക്കെ ആണെങ്കിൽ കണ്ണ് അതുപോലെ ഫേസ് അതിൻ്റെ ഷെയ്ഡ്സ് വരുമ്പോൾ കുറേ ടൈം പിടിക്കും. റഫ്ലി 6 മാസം 6 months എടുത്തു ഈ പെയിന്റിങ്ങിന് മാത്രം അറ്റ്ലീസ്റ്റ്. ദുബായ് ഷേഖിന്റെ ചെയ്തപ്പോഴേ അങ്ങനെ ഒരു തോട്ടം എങ്ങനെ വന്നു പുള്ളിയുടെ ചെയ്യണം എന്നുള്ളത്? ഇതിന്റെ മുന്നേ ഞാൻ ആളുടെ ഫാദറിന്റെ ചെയ്തിട്ടുണ്ട്, ഷെയ്ഖ് സായദിന്റെ. ഷെയ്ഖ് സായദിന്റെ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചത് ഒരു കൊച്ചിയിലുള്ള ഒരു ക്ലയന്റ് ആണ് വാങ്ങിച്ചു പോയി. അപ്പോൾ അത് അന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മാർക്കറ്റ് ചെയ്ത് പോയി. അതും ഒരു 4 years ബാക്ക്. പിന്നെ ശരി അതിൻ്റെ അവൈലബിലിറ്റി കണ്ട് ഇപ്പോൾ അടുത്തൊരു പെയിന്റിങ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ റൂളറിന്റെ അതങ്ങനെ മനസ്സിൽ തോന്നി ചെയ്തു, വർക്കൗട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഞങ്ങളുടെ ശക്തൻ തമ്പുരാന്റെ ഒരെണ്ണം ചെയ്യണം. അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് ശക്തന്റെ ഒരെണ്ണം. ഇത് ചെയ്യുമ്പോഴേ എങ്ങനെയാണ് ഇത് സ്റ്റിക്ക് ചെയ്യുന്ന? അതെന്ത് ഗ്ലൂ ഉപയോഗിച്ച? നേരത്തെ പറയണ്ട, ഇത് മഴ കൊണ്ട് വെട്ടിയാൽ പോലും പൊളിയില്ല, അല്ലെങ്കിൽ വാഷ് ചെയ്യാം. നമ്മൾ ഇതിന്റെ ബേസിൽ വെക്കുന്നത് ക്ലോത്ത് ഉണ്ട്. ഇതിന്റെ പുറകിൽ ക്ലോത്ത് ആണ്. പിന്നെ പ്ലൈയിലാണ് ബാക്ക് സൈഡിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ക്ലോത്തിന്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യുന്ന ഫാബ്രിക് ഗ്ലൂ പോലത്തെ അതിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഗ്ലൂ ടൈപ്പാണ് അത്. ആ ഗ്ലൂ വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റിക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് വാഷബിളും ആണ്. ഇതിന്റെ കളർ ഫെയ്ഡോ ഒരിക്കലും വരില്ല. നമുക്കൊരു 25 to 30 years ഗ്യാരണ്ടീഡ് ആണ്. കാരണം ഒരിക്കലും അത് പോരില്ല അവിടെ നിന്ന്. നമ്മളായിട്ട് എന്തെങ്കിലും ഡിസ്റ്റർബ് ചെയ്തിട്ട് കുത്തി പറിച്ചെടുക്കേണ്ടി വരും, അല്ലാണ്ട് ഒരിക്കലും പോരില്ല. ഇത് ചെയ്യുമ്പോൾ ചേട്ടൻ നേരത്തെ പറയണ്ടായി, അതായത് ചെയ്യുമ്പോൾ ഭയങ്കര സെൻസിറ്റീവായി നോക്കണം, ലെൻസ് വെക്കണം, ഓരോന്ന് സൂക്ഷ്മമായി ചെയ്യണം, പിന്നെ അതിനൊരു ഫ്യൂമ് വരുന്നു. അത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കുറച്ച് നേരം അത് റിയാക്ട് ചെയ്യും. ആ കെമിക്കൽ റിയാക്ട് ചെയ്തിട്ടാണ് അത് ഒട്ട് സ്റ്റിക്ക് ആവുന്നത്.
പിന്നെ ആണ് അത് എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. റഫിൽ നമുക്കത് പെട്ടെന്ന് എടുക്കാൻ പോരില്ല. അപ്പോൾ അത് ആ ഒരു കെമിക്കലിന്റെ റിയാക്ഷൻ വരാറുണ്ട്. നമുക്കത് കുറെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഏരിയ വർക്ക് ചെയ്ത് സ്ക്വയർ ഫീറ്റ് തന്നെ ആവില്ല. അത്ര ചെറിയൊരു സ്പേസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന്റെ കെമിക്കൽ ഇട്ടിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ ഇതിപ്പോ ഈ ഏരിയ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഈ ഒരു ഏരിയയിൽ ഇവിടെ ഡാർക്ക് വേണം, ഇവിടെ ഷെയ്ഡ് ഉണ്ട്. ഈ രണ്ട് ഏരിയ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആ സ്റ്റോൺസ് സെലക്ട് ചെയ്ത് വെക്കാൻ. അത് ഓരോരോ പാറ്റേൺ ആയിട്ട് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഗം ചെയ്ത് കഴിയുമ്പോൾ ഇത് ഒരു 1 hour to 2 hours എടുക്കുന്നു, ഇത്രയും പ്ലെയിൻ ഏരിയ ആണെങ്കിൽ. ഇത് മാക്സിമം അകലെന്ന് നോക്കുമ്പോൾ അതിന്റെ അത്രയും ബ്യൂട്ടി മനസ്സിലാവും. പിന്നെ ശരിക്കും ഇതിനൊരു സ്പോട്ട് ലൈറ്റ് ഇട്ട് അടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഗ്ലിറ്റർ നമുക്ക് കാണുക, ഈ സ്റ്റോൺസ് ഇങ്ങനെ തിളങ്ങുന്നൊക്കെ കാണുക. ഇപ്പോൾ ഇവിടെയുള്ള ഒരു അവൈലബിൾ ലൈറ്റിൽ വെച്ച് ഇങ്ങനെ കാണുള്ളൂ. ശരിക്കും ഈ പെയിന്റിങ് വെച്ചിട്ട് അതിലേക്ക് സ്പോട്ട് ചെയ്യണം. വാം ലൈറ്റ് ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും. കൂടുതൽ ഗ്ലിറ്ററും അതിന്റെ ലസ്റ്ററും ഒക്കെ അപ്പോഴാണ് കാണുന്നത്. അപ്പൊ ഇനി ഇത് ആക്ച്വലി ഇപ്പൊ ഇത് നിങ്ങൾ സെല് ചെയ്യുക അല്ലെങ്കിൽ ആരാ നിങ്ങളുടെ ക്ലയൻസ്? ബേസിക്കലി ക്ലയൻസ് ഇത് പറഞ്ഞിട്ട് വരുന്ന മാർക്കറ്റിൽ വരുന്നിട്ടുള്ള അവർക്ക് എൻക്വയറി വരികയാണെങ്കിൽ മാത്രം തന്നെയാണ് നമ്മൾ ചെയ്ത് വെക്കാൻ എക്സ്പെൻസീവ് ആണ്. ഒരാള് പറയാണ് എനിക്ക് എന്റെ ഫോർമാറ്റിൽ ഒരെണ്ണം ചെയ്തു തരും, മോഹൻലാലിന്റെ ഒരെണ്ണം ചെയ്തു തരാൻ പറഞ്ഞാൽ അപ്പൊ നമുക്ക് 6 മാസം സ്റ്റിക്ക് ചെയ്ത് ഒരു 6 മാസം എടുക്കും. എങ്ങനെ പോയാലും എടുക്കാൻ ലാലേട്ടന് കൊടുക്കണമെന്നും ഈ കഥകളി പെയിന്റിങ് പുള്ളി എന്തായിരുന്നു ആ സിനിമയുടെ പേര്? കമലദളത്തിന് ഇൻസ്പയർ ചെയ്ത അത്ര ഈ പെയിന്റിങ്. അപ്പൊ അത് ലാലേട്ടന് കൊടുക്കണം എന്നും കൂടിയും ഒരു ആഗ്രഹമുണ്ട്. വൈഷയ്ക്ക് പിന്നെ എളുപ്പ ലാലേട്ടനെ ബുദ്ധിമുട്ട് എല്ലാം ഒരു നേരമായി കഴിഞ്ഞാൽ അവരവരുടെ അവിടെ എത്തും. ഇതിപ്പോ ഞാനിവിടെ എന്റെ വീട്ടിൽ വന്നിരുന്ന് കാണാനുള്ള ഒരു യോഗവും ഭാഗ്യവും എനിക്കുണ്ടായില്ലേ. ഇത്രയും വലിയ പെയിന്റിങ്ങാ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റാ അല്ലെങ്കിൽ ഇത്രയും വലിയ ആൾക്കാരെ നോക്കി നമ്മൾ ഇവിടെ നിലത്തിരുന്ന് വളരെ സിമ്പിളായിട്ട് വളരെ ലാഘവത്തോടെ ഇരുന്ന് സംസാരിക്കണമെങ്കിൽ അത് നിങ്ങളുടെ ഭംഗിയാട്ടാ. ആക്ച്വലി ഇനി ആ ഒരു ഫണ്ണി സ്റ്റോറി കൂടിയും പറയാം. എന്നെ ഒരു ദിവസം പത്താംകോട്ടിലുള്ള ഒരു വിൻ കമാൻഡർ പുള്ളിക്കാരൻ വിളിക്കുകയാണ്. ഹായ് ശരത്, മൈ നെയിം ഇസ്, ആളുടെ പുള്ളിയുടെ പേരെന്തായിരുന്നു? ലിജോ. മൈ നെയിം ഇസ് ലിജോ, ഐ എം വിൻ കമാൻഡർ, ഐ എം കോളിംഗ് ഫ്രം ഇന്ത്യൻ ആർമി നേവി എന്നൊക്കെ ജാതി മാസ് സംസാര പുള്ളിയുടെ. അപ്പോൾ പുള്ളി ഇങ്ങനെ വിളിക്കുന്നു, സംസാരിക്കുന്നു. ആള് നമ്മുടെ അങ്ങനെയാണ് വീഡിയോ കണ്ടിട്ടുണ്ട്, അമ്മയും കൂടി യാത്ര പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കര ലവ്ലി, ഭയങ്കര താങ്ക് യു, സോ കൈൻഡ് വേർഡ്സ്. അതിൻ്റെ ഇടയിൽ പുള്ളി ഇങ്ങനെ റഫ്ലി ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് രഞ്ജിത്ത്, പുള്ളിയുടെ ഇടയിലൊരു ആർട്ട് ഉണ്ട്, ആ ആർട്ടൊന്ന് ശരത്തിനൊന്ന് പോയി കാണാൻ പറ്റുമോ? പുള്ളി അത് സ്റ്റോൺസ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്, ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ, യു ഹാവ് ടു സീ ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി അതിനെക്കുറിച്ച് ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. ഇങ്ങനെ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം, ഭയങ്കര ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആർട്ടാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ചുരുക്കം മേ ബി 1, 2, 3 ഇത് ജമ്മിൽ വെച്ചിട്ട് ആരും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ ചുമ്മാ റഫ്ലി കിട്ടത് 1, 2 ഇനി ഞാൻ തള്ളി എന്ന് പറയരുതല്ലോ. ജയ്പൂർ ബേസ്ഡ് ഞാൻ കണ്ടിട്ടുള്ളത്, ജയ്പൂർ ബേസ്ഡും അതുപോലെ ബോംബെ ബേസ്ഡ് ആയിട്ട് കുറച്ച് ആർട്ടിസ്റ്റുകൾ ചില ഏരിയകൾ ഇപ്പൊ കൃഷ്ണ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിയാ, തഞ്ചാവൂർ തഞ്ചാവൂരിൽ പോലെ. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു, വളരെ റെയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ശരത്ത് ഒന്ന് കാണണം, ഒന്ന് പരിചയപ്പെടണം, പുള്ളിയുടെ വീട്ടിലേക്ക് ഒന്ന് ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളി വിളിച്ച സമയത്ത് ഏകദേശം തൃശ്ശൂർ പൂരത്തിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് നിൽക്കുന്ന ഒരു നേരെയാണ്. തൃശ്ശൂർ പൂരത്തിന് മുമ്പാണ് പുള്ളി എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചെല്ലാം ചേട്ടാ, ഞാൻ നോക്കാം, ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു കേട്ടോ, ഞാൻ വരാം, എനിക്കൊന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം പറഞ്ഞു, ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, പൂരമാണ് ചേട്ടാ, പൂരം കഴിഞ്ഞിട്ട് പിടിക്കാം, നമുക്ക് പൂരം കഴിഞ്ഞ് നോക്കാമെന്നൊക്കെ പറഞ്ഞു. പൂരം കഴിഞ്ഞ് ഇങ്ങനെ പോയി, അങ്ങനെ ഓരോരോ പരിപാടികൾ ഓരോരോ സാധനങ്ങളായിട്ട് സ്കിപ്പായി. ഞാൻ ഫ്രീ ആയിരിക്കുന്ന നേരത്ത് പുള്ളി ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ പുള്ളിയെ കിട്ടിയില്ല, പിന്നെ ഞാൻ വിട്ടു. പിന്നെ അങ്ങനെ ഓരോ ഡ്യൂ ടു സർട്ടൻ റീസൺസ്, ഇപ്പം ഞാൻ കളക്ടറൊന്നുമല്ല, അത്ര തിരക്കുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ എന്തോ അതിനുള്ള സമയവും സാഹചര്യവും ഒത്തു വന്നില്ല. പുള്ളി അതിൻ്റെ ഇടയിൽ 2 പ്രാവശ്യം വിളിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ ചെന്നൈക്ക് പോയി. ഞാൻ ചെന്നൈ പോണേൻ്റെ തലേദിവസമാണ് പുള്ളി വിളിച്ചത്. അത് കഴിഞ്ഞ് പുള്ളി വീണ്ടും തിരിച്ച് വിളിച്ചപ്പോൾ കഴിഞ്ഞൊരാഴ്ച തന്നെ വിളിച്ചു. അതായത് ഞാൻ തേഴ്സ്ഡേ ആണ് ചെന്നൈ പോയത്, അത് കഴിഞ്ഞ് തേഴ്സ്ഡേ ആണ് ചെന്നൈയിൽ നിന്ന് തിരിച്ച് വരുന്നത്. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ തേഴ്സ്ഡേ തിരിച്ചെത്തും ചേട്ടാ, എത്തിയിട്ട് നോക്കാമെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഓക്കെ, കാരണം ഇത്രയും ഡിലേ വന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. പുള്ളി ഒരു ഓഫീസറല്ലേ, അപ്പോൾ പുള്ളി ഇങ്ങനെ ഇത്രയും ഒരാളെ വിളിച്ചുകൊണ്ടിരിക്കാന്ന് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പുള്ളിക്ക്. അപ്പോൾ പുള്ളി അങ്ങനെ പറഞ്ഞു, ഇതെൻ്റെ ലാസ്റ്റ് കോളായിരിക്കും, ഇനി ഞാൻ ശരത്തിനെ ഡിസ്റ്റർബ് ചെയ്യില്ല, ഇനി ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ അങ്ങനെയല്ല പറഞ്ഞ് കുറച്ച് റൂഡായിട്ട് പുള്ളി പറഞ്ഞു, ദിസ് വിൽ ബി മൈ ലാസ്റ്റ് കോൾ, ഐ ഫീൽ യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് എന്ന് പറഞ്ഞു.
അപ്പോൾ എനിക്കെന്തോ പെട്ടെന്ന് പുള്ളി എന്നെ കുറേ തവണയായി വിളിക്കണു, അത് കാരണം പറ്റില്ല എന്ന് പറഞ്ഞൊരു മൂടല്ല, അങ്ങനെയല്ല പുള്ളി പറഞ്ഞത്. പുള്ളി കുറച്ച് റൂഡായി പറഞ്ഞു എൻ്റെ അടുത്ത്, ഇനി ഞാൻ വിളിക്കില്ല എന്നുള്ള പോലെ കുറച്ച് റൂഡായി പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ വിങ് കമാൻഡർ ആയാലും ശരി, ഓട്ടോറിക്ഷക്കാരനായാലും ശരി, നിങ്ങൾ കല്യാൺ സമയമായാലും ശരി, നിങ്ങൾ അംബാനിയായാലും ശരി, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വരാം. അതിനൊരു സമയം കിട്ടിയില്ല, ഒരു സാവകാശം കിട്ടിയില്ല. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞ് ഇന്ന ഡേറ്റിൽ ചെല്ലാണ്ടിരുന്നിട്ടില്ല. ഞാൻ ചെല്ലാം, ഞാൻ ഫ്രീ ആയിരിക്കുമ്പോൾ പോവാം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇത്രാം തീയതി ഇത്ര മണിക്ക് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, ഡെഫിനറ്റ്ലി ഞാൻ പോവാം, നിങ്ങളിങ്ങനെ പറയല്ല എൻ്റെ അടുത്ത്, ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുള്ളതാണല്ലോ, അപ്പോൾ ഞാൻ എന്തായാലും പോയിക്കോളാം, അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനും കുറച്ച് റൂഡായി. ഞാൻ സാധാരണ അങ്ങനെ റൂഡായി സംസാരിക്കാത്തതാണ്. പക്ഷെ എന്തോ എനിക്ക് പെട്ടെന്ന് പുള്ളി പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് ഭയങ്കര ഫീൽ ചെയ്തു. നമ്മളേതാണ്ട് പറഞ്ഞു എന്നിട്ട് ചെന്നില്ല എന്നുള്ള പോലത്തെ ഒരു കമ്മിറ്റ്മെൻറ്റുമ്പോൾ ഞാൻ എപ്പോഴും ഓൺ ടൈം ചെല്ലുന്ന ഒരാളാണ്. അത് കാരണം എനിക്ക് പെട്ടെന്ന് പുള്ളി അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് ഫീൽ ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഐ എം സോ സോറി. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ അവിടെ തൃശ്ശൂർ മോഡൽ വോയിസിൽ പഠിച്ചതാണ്, നിങ്ങൾ എന്നോട് ആ വർത്താനം പറയരുത് എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ കുറച്ച് വേറെ കോൺവെർസേഷൻസ് ഉണ്ടായി, ഞാൻ അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു, കാരണം അത് പറയേണ്ട കാര്യമില്ല. അങ്ങനെ പുള്ളി പറഞ്ഞു, നാളെ രാവിലെ 9 മണിക്ക് നിങ്ങൾ വീട്ടിലുണ്ടാവും. നിങ്ങൾ ഇവിടെ ഉണ്ടാവും, ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ ചോദിച്ചു. കൊണ്ടുവന്നോളൂ. നേരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 9 മണിക്ക് കൃത്യം എത്താൻ പറഞ്ഞിട്ടുണ്ട്. 9:30 കുഴപ്പമില്ല, 10 മണിയായാലും കുഴപ്പമില്ല, നിങ്ങൾ എപ്പോൾ വേണമെങ്കിൽ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇതിൻ്റെ ബാക്കിലൊരു ഫണ്ണി സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്. പുള്ളി ഇപ്പോൾ 10ാം കോട്ടിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്, അവിടെ ചെന്നാൽ കംപ്ലീറ്റ് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ആളുടെ ഒരു തോട്ടം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ പ്രസന്റ് ചെയ്യുക. അതിൽ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളും ഞാനും ഇപ്പോൾ വിങ് കമാൻഡറാണ്, വിങ് കമാൻഡർ ലിജോ, ആള് ഞാനും പിന്നെ എൻ്റെ ഒരു സുഹൃത്തും, ഞങ്ങൾ 3 പേരും 5th സ്റ്റാൻഡേർഡ് തൊട്ടുള്ള ഫ്രണ്ട്സാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ശരത്തിൻ്റെ നമ്പർ എൻ്റെ അടുത്തില്ല, എനിക്കിത് കോൺടാക്ട് ചെയ്യാൻ അറിയില്ല. പക്ഷെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലൊക്കെ കാണാറുള്ള വ്യക്തിയാണ്. അപ്പോൾ അതെങ്ങനെയും ശരത്തായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൃശ്ശൂരിലൊരു നല്ലൊരു ഇത് കിട്ടും, നമ്മൾ തൃശ്ശൂർകാരാണ്, വേറെ ആരെയും ഫോക്കസ് ചെയ്യും. അപ്പോൾ ശരി ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആളെ വിങ് കമാൻഡറാണ് ട്രൈ ചെയ്യുന്നത്. കോൺടാക്ട് ചെയ്ത് തന്നിട്ടും വേറൊരു സുഹൃത്തുണ്ട്, ഞങ്ങൾ 3 പേരും, മിഥുൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ഇങ്ങനെ ഇതിൻ്റെ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും അവർ തന്നെയൊക്കെയാണ്. ഫിനാൻഷ്യലായിട്ടും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കുറെ സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇത് സെയിലിൻ്റെ നെക്സ്റ്റ് കൺസെപ്റ്റിലേക്ക് പോകുന്നു. അല്ല, എനിക്ക് മനസ്സിലായി പുള്ളിയുടെ ആ ഒരു നിങ്ങളോടുള്ള ആ ഒരു അതീവ സ്നേഹം കാരണം പുള്ളി എന്നെ വിളിച്ചിങ്ങനെ പ്രഷർ ചെയ്തിരുന്നത്, ഇന്ന് പോവോ നാളെ പോവോ മറ്റന്നാൾ പോവോ എന്ന് ചോദിച്ചു. പുള്ളി ഇങ്ങനെ എന്നെ മുള്ളുന്ന് നിർത്താന്ന് പറയില്ലേ, അതുപോലെ 1.5 months ആയിട്ട് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഞാനിങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ ചെന്നൈ പോയി, പിന്നെ ഞാനൊന്ന് അതിന്റെ ഇടയിൽ തലേദിവസം അങ്ങോട്ടാണ് അന്ന് ഒരു വീഡിയോയില് കുറച്ച് ഇമോഷണൽ ആയിട്ട് ശരത്താന്ന് അതൊക്കെ കണ്ടോടുകൂടി കഴിയോ വിളിക്കണ്ട എപ്പോ വിളിക്കണ്ട അതൊക്കെ അന്ന് കഴിഞ്ഞു. ഞങ്ങളൊക്കെ ആർമുണ്ടാകും ശരി സൈലൻസിൽ ഇരിക്കായിരുന്നു ഞങ്ങൾ. അപ്പോൾ നല്ല ടൈമിൽ നടക്കുന്നു. അതാണ് അതിന്റെ പുറകിലുള്ള സ്റ്റോറി. അപ്പൊ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ പെയിന്റിങ്സ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ എവിടെയെങ്കിലും ഒക്കെ വെക്കണമെങ്കിൽ ഒരു 6 മാസം മുമ്പ് പറയാം, എന്നാലേ പുള്ളിക്ക് അത് ഇപ്പൊ വോട്ടെവർ എന്ത് കൈൻഡ് ഓഫ് പെയിന്റിങ്, അതിപ്പോ പോർട്രേറ്റ്സ് ആണെങ്കിലും സീനറി ആണെങ്കിലും അല്ലെങ്കിൽ വോട്ടെവർ എന്ത് വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു പ്ലാൻ, നിങ്ങളുടെ മനസ്സിലുള്ള പിക്ചർ ഇതാണെന്ന് പറഞ്ഞ് പുള്ളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ആ സ്റ്റോൺസ് പ്രൊക്വയർ ചെയ്യും, അത് വരയ്ക്കും, അത് വരച്ചൊരു 6 monthsനുള്ളിൽ നിങ്ങൾക്ക് തരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യണം. ഞാൻ പുള്ളിയുടെ നമ്പർ ഇതിൽ കൊടുക്കാം. പിന്നെ ശരത് ഇത് വലിയ ഉപകാരം ഞങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ട് വിശാൽ എപ്പോൾ വിളിച്ചാലും ഓടി വരണം, എവിടെ ഇരിക്കുന്നു, വെറുതെ എടുക്കണം, വേറെ ഒന്നുമില്ല അതില്.